ഹലോ മച്ചന്മാരെ, പുതിയൊരു ദിവസത്തേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ആദ്യക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ആദ്യക്കുട്ടൻ എന്ന് വെച്ചാൽ എൻ്റെ വൈഫായ ആൻസിയുടെ ചേച്ചിയുടെ മോനാണ്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അവനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ആൻസി ഒരു ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അവന് വേണ്ടി. അപ്പോൾ ആൻസിയുടെ എക്സാം കഴിഞ്ഞ് ഇപ്പോൾ അവളവിടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലിരിക്കും. എന്നിട്ട് നമുക്ക് അവിടെ നേരെ ആദ്യയുടെ അടുത്ത് പോകും. അപ്പോൾ ഇന്ന് കുറച്ച് വീട്ടിലെ വിശേഷങ്ങളാണ്. ഇന്ന് വെളിയിലോട്ടുള്ള അറിവൊന്നുമില്ല, അതായത് മീൻസ് പുതിയ സ്ഥലത്തൊന്നും പോകുന്നില്ല. ഇന്ന് ബർത്ത്ഡേ പാർട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ കാണാം, അല്ലാത്ത സ്കിപ്പ് അടിക്കാം. ഇതാണ് ആദിക്ക് വേണ്ടി ആൻസി ചെയ്ത ഗിഫ്റ്റ് ബോക്സ്. ഈ ഗിഫ്റ്റ് ബോക്സിൻ്റെ അകത്ത് ആദിക്ക് ഒരു അനിയത്തിയും കൂടെ ഉണ്ട്, ആമി. ഒരാൾക്ക് കൊടുക്കുമ്പോൾ മറ്റുള്ള പിണങ്ങൂല്ലേ. ഇത് ആൻസി തന്നെ ചെയ്ത സ്ലൈഡാണ് ഇത്. പിന്നെ കുറച്ച് സീറ്റ്സ്, പിന്നെ 2 ടോയ് കാറ്, കീ ചെയിൻ, പിന്നെ ഒരു മിക്കി മൗസിന്റെ ഒരു ഷോയിൽ ഇത് ഷോക്കേസിലേക്കുന്ന ഒരു സാധനം. എൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഒരു ഫ്രെയിം ഉണ്ട് അടിയിൽ. അപ്പോൾ ഇത്രയാണ് ഗിഫ്റ്റ് ബോക്സിൽ പറഞ്ഞത്. ആൻസി ചാനലുണ്ട്, മെയ്ഡ് ബൈ ആൻസി, ഇൻസ്റ്റയിലുണ്ട്. അപ്പം ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ആൻസിയുടെ ചാനലിൻ്റെ ലിങ്ക് ഇവിടെ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് റെസിൻ വർക്കോ ഗിഫ്റ്റ് ബോക്സോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പറിൽ ഇതിൽ DM ചെയ്താൽ മതി, സെറ്റായിട്ട് ചെയ്തു തരും. അപ്പോൾ നമുക്ക് പോയാലോ, വേറെ ഒന്നുമില്ല, പോവാം. ഗൈസ്, അങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കി നമുക്ക് ഇനി അവളെ കോളേജിലോട്ട് പോകാം, കാട്ടാക്കട അവളെ വിളിക്കാൻ വേണ്ടി. ആദ്യക്കുട്ടന് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഒരു ബീഫ് ബിരിയാണിയും വാങ്ങിച്ചു. അവന് ഭയങ്കര ഇഷ്ടമാണ് അത്. അപ്പോൾ ബർത്ത്ഡേ ഒക്കെ അല്ലേ, നമുക്ക് സർപ്രൈസ് കൊടുക്കാം. പിന്നെ എൻ്റെ ഗിഫ്റ്റ് എന്താണെന്ന് ആർക്കും അറിഞ്ഞൂടാ, സർപ്രൈസ് ആവോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. ഒരു ഫോട്ടോ ഫ്രെയിമാണ്, വേറെ ഞാനും ആമിയായിട്ടുള്ള. അപ്പോൾ ആൻസിക്ക് അറിഞ്ഞൂടാ, അത് സർപ്രൈസ് ആവുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻസി വിളിച്ചിട്ട് പറഞ്ഞ് പിള്ളേർക്ക്, കോളേജിലുള്ള പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാൻ. അപ്പൊ ഇനി ഏതെങ്കിലും ബേക്കറി കയറി എന്തെങ്കിലും വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോവാം. അങ്ങനെ വിസ്മയെന്നവർക്ക് കുറച്ച് സാധനവും വാങ്ങിച്ച് ഇനി നേരെ അവരുടെ അടുത്താണ് പോകുന്നത്. ഇനി അവിടെ എത്തിയിട്ട് കാണിക്കാം. ഹലോ, ഇതാരും കാണാനില്ല. അനത് അല്ല വിളിച്ചിരിക്കുന്നു എന്തില്ലൊരു. വീണ്ടും നിങ്ങളോ? ആൻസി ഒന്ന് കഴിച്ചോ? 4 വാങ്ങിച്ചു. അത് കഴിച്ചിട്ടോ, വിശന്നിരിക്കല്ലേ. അശ്വത കേൾക്കാൻ വേണ്ടി പിള്ളേർ പറയുന്നത്. ഇവളെടുത്തപ്പോഴും ഞങ്ങൾ കഴിക്കുന്നത് ആ പേട്ട തേങ്ങയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇരിക്കുന്നത്. ഇവളുമാര് പറഞ്ഞാൽ ഞാൻ ഇവള് ബാഗ് എടുത്തില്ല. പിന്നെ ഞാൻ എന്റെ ബാഗ് ഇട്ട തേങ്ങയും ചുമന്നോണ്ടാണ് വന്ന കോളേജിൽ പോയിട്ട്. കോളേജിൽ പോകാൻ ആക്രി വെറുക്കുന്ന 3 പിള്ളേർ എടുക്കാൻ പ്രോത്സാഹിപ്പിച്ചത് ഇവിടെ കുലുക്കി ഇവിടെ ഇരുന്നായിരുന്നു ഞങ്ങളുടെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നമ്മളൊരു മൊന്തയില് ശർക്കരയൊക്കെ ഇടിച്ച് അതിനകത്ത് എല്ലാരും മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. കോളേജിൽ തേങ്ങയെങ്കിലും കിട്ടണല്ലേ, വേറെ ഒന്നും കിട്ടല്ലേ. നിങ്ങളായിരിക്കും ലാസ്റ്റ് ബാച്ച്, നിങ്ങളായിരിക്കും ലാസ്റ്റ് ബാച്ച്. തേങ്ങ പറക്കലിന്റെ ലാസ്റ്റ് ബാച്ച്. ഡ്രസ്സൊക്കെ എടുത്താ പിന്നെ വേറെ ഫോട്ടോ തന്നെ ആക്ക് ചോക്ലേറ്റ്. മനുഷ്യന്മാരെ അങ്ങനെ ആൻസിയുടെ വീട്ടിലെത്തി. ഇനി അകത്തോട്ട് കയറിയിട്ട് കുറച്ച് വീഡിയോസ് കാണിച്ചു. ഓടിത്തള്ളികളാണ്. ഇതാണ് ബർത്ത്ഡേ ഫൈ. ഓ, അത് വേറെ രസമാണ്. ഇതാണ് ബർത്ത്ഡേ പയ്യൻ.
ആ പല്ലില്ലെന്നേ ഉള്ളു. ഇതാണ് റിയക്കുട്ടി, ഇതാണ് ആമിക്കുട്ടി, ഇതാണ് ആദി. പല്ലില്ലാത്ത മനുഷ്യൻ. പല്ലിനി പൊടിക്കില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. അതുകൊണ്ടാ ഇവര് 3 പേരാണ് ഇന്നത്തെ താരങ്ങൾ. ആമൂസിനെ കണ്ട് ഡോറ ബുജിയെ പോലെയാണ് മുടി വെട്ടിയിരിക്കുന്നത്. ചിരി ചിരി. ഒരു കഥ പറയാ ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാ. ചേട്ടന് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. കൊടു മോള്, കൊടു കൊടു കൊടു. അടുത്ത ആൻസി. അത് പൊട്ടിച്ച് നോക്കിയാണ്. വെയിറ്റ്. $50 മില്യൺ. ഞാൻ ഉണ്ടാക്കി. നിന്റെ ഇതെവിടെ നീ ഉണ്ടാക്കുന്നത്? ഇത് റെസിനല്ല, ഇത് ഹാമ്പർ ബോക്സ്. ഇതിൽ ഫോട്ടോ ഫ്രെയിം വെച്ചിട്ടുണ്ട്. മുട്ടായി. അയ്യോ, ഇവിടെ അടിപൊളി. അത് മോ അങ്ങനെ നിന്നത്. അത് ക്ലിക്ക് ചെയ്യും മക്കള്. ഇതിങ്ങനെയാണ്. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോ ഓരോ ഇത് വരും. ഫേസ് തീറ്റയൊക്കെയില്ല. രണ്ടുപേരും കൂടെ കളിക്കണേ. റിയമൊക്കെ കൂടെ കളിക്കാൻ കൊടുക്കണേ കേട്ടാ. കൊള്ളാമോ? അപ്പൊ ഗൈസ്, ഇനി നമ്മൾ കഴിച്ചിട്ട് വരാം. മണി 1:30. കഴിച്ചിട്ട് അടുത്ത വീഡിയോ കഴിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഗൈസ്, ഇന്ന് ആദിയുടെ ബർത്ത്ഡേ ഉണ്ട്. ഇന്ന് സദ്യയാണ് ഇവിടെ. ഓരോ ഐറ്റം കളിച്ചു. ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്. ഇതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. പപ്പടവും അവിയലും ഒരു കഷ്ണം ബീഫും കൂടെ വെച്ച് ഇങ്ങനെ കുഴയ്ക്കണം. കുഴച്ചിട്ട് സ്വർഗം മാമാ സ്വർഗം. ഇനി കഴിച്ചിട്ട്
അതിൻ്റെ കൂടെ ചാള വറുത്തത് സെറ്റാണ്. ഇന്ന് പൊളിക്കും. ദൈവമേ ആര് കണ്ണൂടല്ലേ നാളെ. ഗൈസ് അങ്ങനെ ഒരു അംഗം കഴിഞ്ഞു. ഇനി ഒരു വിശ്രമം. ഗൈസ് അങ്ങനെ ആദ്യം നമ്മൾ അവിടെ നിന്ന് ചെയ്തില്ലേ ഫ്രെയിം, അത് കാണിച്ചു കൊടുക്കാം. അപ്പം കൊണ്ടുപോകണ കാറിൻ്റെ ബാക്കിലാണ് ഇരിക്കുന്നത്. അതിക്കോട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. കുറച്ചുകൂടെ ബാക്കിലോട്ടെ, ഇല്ല വെയില്. അവിടെ ഒന്ന് പൊളിക്കട്ടെ. കൊള്ളാം മതി, സൂപ്പർ അല്ലേ ഗായ്സ്? അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഇനി നേരെ വീട്ടിലോട്ടാണ്. ഇനി സിറ്റിയിലൊക്കെ പോകണം. അതി തേറ്റ പറ. ആമി തേറ്റ പറ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. ആമി പറ. എന്തിന് എന്നെ ഫോളോ ചെയ്യണമെന്ന് പറ. ഓക്കെ, അപ്പം എല്ലാവർക്കും നന്ദി. നമ്മൾ അവിടെ നിന്ന് കുറച്ച് കേക്കൊക്കെ ബാക്കിയെടുത്ത് അസ്നയും പിള്ളേരും ഒക്കെ അൻസിയുടെ ഫ്രണ്ട്സ് ആണ്, നമ്മളെ പിള്ളേർ തന്നെയാണ്. അപ്പൊ അവർക്ക് കുറച്ച് കൊടുക്കണം. എന്നിട്ട് നേരെ വീട്ടിൽ പോകണം, എന്നിട്ട് സിറ്റി പോകണം. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല, നമ്മളെ പിള്ളേർ തന്നെ. അപ്പൊ ഇനി അസ്നയുടെ വീട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. ഇല്ല, രണ്ട് കേക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെയുണ്ട് കേക്ക്. അപ്പോൾ മച്ചന്മാര് നമ്മൾ വീട്ടിലെത്തി. കുറച്ച് പരിപാടീസൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ ഈ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരും. ഇനി അടുത്ത് നമ്മളെ ചാനലിൽ വരണത് തിരുവനന്തപുരത്തുള്ള നമ്മളെ ഈ ടൂറിസ്റ്റ് പ്ലേസുകളില്ലേ, അതിൻ്റെ ഒരു സീരീസ് വരുന്നുണ്ട്. അത് ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബായ്.